വെള്ളൂരിൽ ദ്വിദിന ബഹിരാകാശ ശാസ്ത്ര ശില്പശാലക്ക് തുടക്കമായി. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. കുട്ടികളിൽ ശാസ്ത്രീയമായ പ്രപഞ്ച വീക്ഷണം ഉറപ്പിക്കുന്നതിനും ബഹിരാകാശ രംഗത്തെ നൂതന പ്രവണതകൾ മനസ്സിലാക്കാനും കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ 2025-26 പദ്ധതി പ്രവർത്തനത്തിന്റെ ഭാഗമായി വെള്ളൂർ ആസ്ട്രോ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ബഹിരാകാശ ശാസ്ത്ര ശില്പശാലക്ക് തുടക്കമായി. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആതിഥേയത്വം വഹിക്കുന്ന ക്യാമ്പ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പി.കെ. വിജയൻ സ്വാഗതവും മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ എം.കെ. രമേഷ് കുമാർ ക്യാമ്പ് വിശദീകരണം നടത്തി. വി.പി. ബാലഗംഗാധരൻ, കെ. ഗംഗാധരൻ മാസ്റ്റർ, ആർ. മുരളീധരൻ, കെ. ദാമോദരൻ മാസ്റ്റർ, പി. ജനാർദ്ദനൻ, വൈ.വി. സുകുമാരൻ, സുനുകുമാർ, കെ.വി., കെ.ടി. ശശി എന്നിവർ സംബന്ധിച്ചു. കെ. ശിവകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രൊഫസർ കെ. പാപ്പൂട്ടി, വി.പി. ബാലഗംഗാധരൻ, പി.വി. വിജയൻ മാസ്റ്റർ, എ. മുകുന്ദൻ, പി. രമേശ്, കെ.ടി.എൻ. ഭാസ്കരൻ, വെള്ളൂർ ഗംഗാധരൻ മാസ്റ്റർ, ആർ. മുരളീധരൻ, കെ.എ. രോഹിത്, ഇ. ഭാസ്കരൻ എന്നിവർ നയിച്ച വിവിധ ക്ലാസുകളും അരങ്ങേറി. രണ്ടാം ദിനമായ ഞായറാഴ്ച പി. രമേശ്, കെ.പി. പ്രദീപൻ എന്നിവർ നയിക്കുന്ന വിവിധ ക്ലാസുകളും ആകാശ കാഴ്ചകളും അരങ്ങേറും. വിവിധ താലൂക്കുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് ക്യാമ്പിലെ അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.